ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം ഇന്നാണെങ്കിൽ നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ, നല്ല കാറ്റും മഴയും എല്ലാം കൂടെ. അപ്പോൾ ഇന്നത് ഇവിടെ നല്ല സൂപ്പർ ഒരു മത്തി മുളക് ഇട്ട് വറ്റിച്ച ഒരു കറിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത്, എല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. പിന്നെ അപ്പം നമുക്കിന്ന് കറിയുടെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതാണ്ട് ഞാനിവിടെ ചട്ടി വെച്ച് ഓയിൽ വെളിച്ചെണ്ണയാണ്, അത് കുറച്ച് ആവശ്യത്തിനുള്ളത് ഒഴിച്ച് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചതച്ചത്, നമ്മുടെ ഒരു ആവശ്യത്തിന് ഉള്ള ഇഞ്ചിയാണെങ്കിലും 2-3 വെളുത്തുള്ളിയും അതുപോലെ 3-4 വലിയ കൊച്ചുള്ളിയും ചതച്ചതും ഇട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഉലുവ ഇടണം കേട്ടോ, ഉലുവ മൂപ്പിച്ചിട്ട് വേണം അതിടാൻ. അതിനുശേഷം സവാള വഴറ്റുക. സവാള നന്നായിട്ട് വഴണ്ടി വരുന്നിടം വരെ വഴറ്റണം. അപ്പോഴേക്കും നമുക്കിവിടെ പൊടിത്തരങ്ങളൊക്കെ ഇടാം. അതായത് ഒരു ബൗളിലോട്ട് അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ പെരുംജീരകപ്പൊടി, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി. ഇത് ഇത്രയും കൂടെ കലക്കിയിട്ട് വേണം നമ്മുടെ ഈ സവാളയൊക്കെ വഴറ്റിയില്ലേ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയിട്ട് അതിന് ശേഷം അതിനകത്ത് ആവശ്യമായ വെള്ളം, മീൻ വേകാനുള്ള ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട. അതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക, വടക്കംപുളി ഇട്ട് കൊടുക്കുക, അതായത് കുടംപുളി, പിന്നെ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ കൊച്ചുമത്തി, ഇച്ചിരി കൂടുതൽ മത്തി ഞാൻ വെട്ടി വെച്ചപ്പോൾ ഉണ്ടായിരുന്നു, അത് റെഡിയാക്കി വൃത്തിയാക്കി അതും അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാം സെറ്റാക്കിയിട്ട്, ഓയിലൊന്നും കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേണമെങ്കിൽ ഒഴിച്ചാൽ കൊള്ളാം, നല്ല ടേസ്റ്റായിരിക്കും കുറച്ചും കൂടെ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക, തിളച്ച് വറ്റി വരണം. അപ്പോൾ ഇപ്പം വെച്ച അടുപ്പിനകത്ത് തീ കുറവായതുകൊണ്ട് കുറച്ച് താമസം പിടിക്കും വറ്റി വരാൻ കേട്ടോ. അപ്പം ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ ചേന, വെള്ളരിക്ക, പിന്നെ ചേമ്പ് ഇത്രയും കൂടെ ഒന്ന് കുക്കറിലിട്ടൊന്ന് അടിച്ച് വെച്ചിരുന്ന് അതിലോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വേവിച്ച് അരപ്പിൻ്റെ എല്ലാം റെഡിയാക്കി അതും അങ്ങോട്ട് ആക്കി വെച്ച്, പിന്നെ മോരും സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം മോര് ഈ പറയുന്നത് പോലെ എല്ലാം വെള്ളരിക്കായും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് വേവിച്ച് ഉപ്പ് ആവശ്യത്തിനിട്ട് വേവിച്ചെല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. അതിലോട്ട് പിന്നെ പച്ചമോര് ഒഴിച്ച് താളിച്ചെടുത്തേക്കുവാണ്. അപ്പോൾ ഇത്രയെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ മുളക് കറി സെറ്റായിട്ടുണ്ട്, നല്ലോണം വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ വറ്റിക്കാനിരുന്ന് കഴിഞ്ഞാൽ മത്തിയുടെ പിന്നെ മുള്ള് മാത്രം പ്രത്യേകം കിട്ടും, അതുകൊണ്ട് അത്രയൊക്കെ മതിയെന്ന് കരുതി. അപ്പം നമ്മുടെ മുളക് കറിയെല്ലാം റെഡിയായി. പിന്നെ ഇത് ഞാൻ കാണിച്ചേക്കുന്നത് ഞാൻ ഇന്നലെ ഞാനൊരു സൂപ്പ് ഉണ്ടാക്കിയതാണ്, വെജിറ്റബിൾ സൂപ്പാണ്. അപ്പോൾ അതിനകത്ത് നല്ല രസമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഞാൻ തക്കാളിയും അച്ചങ്ങാപ്പയറും ക്യാരറ്റും എല്ലാം കൂടെ ചെറുതായിട്ട് കൊത്തിപ്പിടിച്ച് അതും അതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു മുരിങ്ങത്തൈ ഉണ്ട്, അതിൽ നിന്ന് 2 തണ്ട് മുരിങ്ങയിലയും അതിനകത്ത് പിച്ചിയിട്ടിട്ടുണ്ട്. പിന്നെ അത് കുക്കറിലിട്ട് അതിനകത്ത് ആവശ്യമായ വെള്ളം ഒഴിച്ച് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട്, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓട്സ് ഇടണം കേട്ടോ. അപ്പോൾ ഓട്സ് ഇട്ടത് ഞാൻ കുറച്ചായിപ്പോയിട്ട് അളവ് തെറ്റിപ്പോയി, ഓട്സ് ഇട്ടത് കുറഞ്ഞു പോയി. വിസിലടിക്കാൻ വേണ്ടി ഒരു 2 വിസിലടിക്കാൻ വേണ്ടി വെച്ചു. അപ്പം ഇതിപ്പം ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഓയിലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. പിന്നെ അപ്പം ഈ മുരിങ്ങയിലൊക്കെ ഇടുന്നുണ്ടേ ഈ പ്രഷർ ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. ഹൈ പ്രഷർ ഉള്ളവർക്കൊക്കെ പ്രഷർ ബാലൻസ് ചെയ്യാനും, പിന്നെ ഈ കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ഇടുന്നതുകൊണ്ട് നല്ല എരിവും പിന്നെ ചുമയൊക്കെ ഉള്ളവർക്ക് നല്ല ഒരു കുരുമുളകിൻ്റെ സ്പൈസിയൊക്കെ ആയിട്ടേ ആ എരിവും ഒക്കെ നമുക്ക് നല്ലതാണ്. ഓയിലും വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റിന് നമുക്ക് ഓയിലൊഴിക്കാം, അതുപോലെ നെയ്യ് ചേർക്കാം, നെയ്യാണ് നല്ല ടേസ്റ്റ്. അപ്പം ഞാനത് വിസിലടിച്ചെല്ലാം വന്നപ്പോഴത്തേക്ക് തുറന്ന് നോക്കിയപ്പം വെറും വെള്ളം പോലെ കിടക്കുന്നു. ഓട്സ് കുറച്ചേ ആയിപ്പോയുള്ളൂ കേട്ടോ.
അപ്പം ഞാനെന്തെടുത്തു, കുറച്ചും കൂടെ ഓട്സ് ഇട്ട് വിസിലടിപ്പിക്കാൻ വെച്ചേ. ഞാൻ വന്ന് നോക്കിയപ്പോൾ ദാണ്ടേ ഇതാണ് കുക്കറിലെ എന്താ പറയുക, എല്ലാം കൂടെ തെറിച്ച് വാരി ഷൂന്നും പറഞ്ഞ് മേളിലോട്ട്. ഞാൻ പെട്ടെന്ന് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് പിന്നെ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഞാനത് വീണ്ടും അപ്പം ഓട്സ് വെന്തിട്ടില്ല. പിന്നെ അത് ഞാൻ അതിനകത്ത് നിന്ന് മാറ്റി ചരുവത്തിലോട്ടാക്കി നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.